അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് സഭയിൽ ചർച്ചയായത്. എന്തൊക്കെയായിരുന്നു ഭരണ പ്രതിപക്ഷ പ്രസ്താവനകൾ? സഭയിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങാനുള്ള കാരണം എന്താണ്? വിജി, സംസ്ഥാനത്തെ മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധി മരണങ്ങൾ തടയാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പകർച്ചവ്യാധി അടക്കമുള്ള വിഷയങ്ങളിൽ ആരോഗ്യമന്ത്രി വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലെ അവസ്ഥ പരിതാപകരമാണെന്നും ചൂണ്ടിക്കാട്ടി കിടക്കാൻ കിടക്കകൾ പോലില്ല, വേണ്ട രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തകരില്ല എന്നടക്കമുള്ള വിവിധ വിഷയങ്ങളാണ് ഉന്നയിച്ചത്. സർക്കാർ ഇതിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ലക്ഷ്യത്തോടെ ശരിയായ പാതയിലാണ് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനമെന്നാണ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട്. ബോധവൽക്കരണ പരിപാടികൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഭിക്കേണ്ട തുകയുടെ അടിസ്ഥാനത്തിൽ പല ആരോഗ്യ മേഖലയ്ക്ക് ലഭിക്കേണ്ട പണം കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചത് പോലും ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയിച്ചത്. എന്നാൽ ഇതിനെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തിയത് VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അതായത് ആരോഗ്യ രംഗത്ത് നിന്ന് കേരളം പിന്നോട്ട് നടക്കുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. കേട്ടുകേൾവിയില്ലാത്ത ഏത് രോഗവും പിടിപെടുന്ന സ്ഥലമായി കേരളം മാറിയെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ കാര്യത്തിലും കേരളം തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തലസ്ഥാനമടക്കമുള്ള നഗരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. മഴ പെയ്താൽ വെള്ളം കിട്ടുന്ന സാഹചര്യം 10 ദിവസത്തോളമായി വെള്ളം കെട്ടി കിടക്കുന്നു. അതിൽ നിന്ന് രോഗം വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. പകർച്ചവ്യാധി വ്യാപനം ഫലപ്രദമായി തടയുന്നതിന് വിവിധ വകുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷം. അതിനെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് വിട്ടിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി വിഷ്ണു.